വെയിറ്റ്. എന്നും ഞാൻ കഥകളുമായിട്ടല്ലേ വരുന്നത്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾക്കൊരു ഗസ്റ്റാണുള്ളത്, അമീർ നിയാസ്. വെൽക്കം അമീർ. 2010 പുതുമുഖങ്ങൾ എന്നതായിരുന്നു അമീറിന്റെ ആദ്യത്തെ സിനിമ. ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ട ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാമോ? നോർമലി സത്യം പറഞ്ഞൊക്കെ നമ്മളെ സിനിമ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. ചെറുപ്പത്തിൽ ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഒരു 100% ആൾക്കാർ, 99% ആൾക്കാർക്കും അഭിനയിക്കണമെന്നുള്ളതായിട്ട് എനിക്കും ഉണ്ട്. പിന്നെ കഷ്ടപ്പെട്ടിട്ടില്ല, ഐ മീൻ സിനിമയിലേക്ക് എത്താനായിട്ട്. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ശരിക്കും അറിയുന്നത്. ഞാനൊരു വർക്കിംഗ് റൈംസ് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഒരുപാട് വർക്കുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് മോഡലിങ്ങിനൊരു എൻട്രി ഉണ്ടായിരുന്നു. അതിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. അതെ, അത് വെറുതെ ഒരു ഭാര്യയുടെ ഒരു പ്രൊഡ്യൂസർ സെലാവുക, അതുപോലെ തന്നെ പുതുമുഖങ്ങളുടെ പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി പുതിയ ആൾക്കാരെ വെച്ചൊരു പടം പിടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ മിസ്റ്റർ കേരള എന്ന് പറയുന്നത് ആദ്യമായിട്ട് മിസ് കേരള വന്നതുപോലെ തന്നെ മിസ്റ്റർ കേരള 2010 കൊറിയോഗ്രാഫർ ഡാലുവിനെ അറിയാമായിരിക്കും, ഫേമസ് ആയിരുന്നു. പുള്ളി നടത്തുന്നുണ്ടായിരുന്നു മിസ്റ്റർ കേരള എന്ന്. അപ്പോൾ അതിലൊരു 14 കണ്ടസ്റ്റന്റ് കേരളത്തിൽ സെലക്ട് ചെയ്തതിൽ ഇതിൽ നമ്മൾക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അതിൽ നിന്നാണ് 2 പേരെ ഈ ഫിലിമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. പുതുമുഖങ്ങൾ വെച്ചിട്ടാണ് പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓക്കെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കണ്ടതാണ്. എന്തോ ഭാഗ്യത്തിന് കേട്ടി അവിടുന്ന് ഇതിലങ്ങനെ പോകുന്നത്. അതിന് മുമ്പ് സിനിമകളിലേക്ക് എന്തെങ്കിലും ഓഡിഷൻസ് അങ്ങനെ എന്തെങ്കിലും അതിന്റെ പുറകിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആകസ്മികമായിട്ട് വന്ന സാധാരണ ഒരു മനുഷ്യന് ഒരു യുവാവിനുള്ള പോലെ തന്നെയായിരുന്നു. ഫാമിലി നന്നായിട്ട് നോക്കണം, അമ്മ അപ്പ കുടുംബം അവരെങ്ങനെയാണ് നന്നായിട്ട് നോക്കണം. ആ ഒരു പാറ്റേൺ അതായിട്ട് മാത്രമായിരുന്നു എൻ്റെ പോക്ക് മൊത്തത്തിൽ. എങ്ങനെയും ഒരു ലൈഫ് ചേഞ്ച് വന്നതാണ് അതോടെ. അതെ, പിന്നെ അത് ഒരു പാഷനായി തുടങ്ങി. കാരണം സിനിമയെക്കുറിച്ച് അറിയാൻ തോറും പിന്നെ അതിലേക്ക് അടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ അതൊരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ചെയ്യണം, ഒരുപാട് ചെയ്യണം, നല്ല നല്ല സിനിമകൾ ചെയ്യണം. സിനിമയിലേക്ക് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് റോളായാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ളൊരു പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു പാഷനാണ്, ഭയങ്കര പാഷനാണ് ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത്. അതെ. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നോ അടുത്ത സിനിമയായിട്ട്? ഇല്ല, ആദ്യത്തെ സിനിമയിലല്ല. ഞാൻ ആദ്യ സിനിമ കഴിഞ്ഞ് റിലീസ് ആവാനുള്ളൊരു സമയം എടുത്തത്. കുറച്ച് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഒരു നെക്സ്റ്റ് ഇയർ ആയിരുന്നു പടം റിലീസായത് തന്നെ, നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ എങ്കിലും അധികം അങ്ങോട്ട് നമുക്ക് ചാനലിലാണ് ആ പടം, സൂര്യ ടിവിയിലൊക്കെ നന്നായിട്ട് വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. തിയേറ്ററിൽ അങ്ങനെ പോയില്ല സത്യം പറഞ്ഞ പടം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മളുടെ ഒരു പ്രവൃത്തി എപ്പോഴും നന്നായിരിക്കുമ്പോൾ എന്തായാലും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി തേടി വരും എന്ന് പറഞ്ഞ കാര്യം. അങ്ങനെയാണ് ജോയിസ് സാറിൻ്റെ, രഞ്ജൻ സാറിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു നമ്മുടെ വർക്കും എഡിറ്റ് ചെയ്തത്. വെറുതെ ഒരു ഭാര്യ അതൊക്കെ രഞ്ജൻ സാർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ പടം എഡിറ്റിംഗ് നടക്കുന്ന സമയത്താണ് ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സാറിങ്ങനെ ഒരു പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യുന്നുണ്ട്. പുതുമുഖ യങ്സ്റ്റേഴ്സിന് വെച്ചിട്ടുണ്ടോ? പുതുമുഖളല്ല, ചാക്കോച്ചനും ഇത് യങ്സ്റ്റേഴ്സ് അല്ലല്ലോ, പുതുമുഖളല്ലല്ലോ സാർ. അപ്പം അവിടെ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ പറഞ്ഞതാണ് നമ്മൾ രഞ്ജൻ സാറും പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. പുള്ളിനെ പറഞ്ഞാൽ ഇങ്ങനൊരു പടം ഉണ്ട്, പുതിയ പടമാണ്, ഒരു ആക്ഷൻ ബേസിൽ ഇങ്ങനെ ഒരു 1-2 സീക്വൻസ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുന്നു പറയുമ്പോഴത്തേക്ക് സാർ അങ്ങനെ അത് കണ്ടു. എന്തോ ഭാഗ്യത്തിന് സാറിനത് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു വിളി വരുന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല മനസ്സിലൊരു ലീഡിങ് റോൾ ആയിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ ചെന്ന് ഷൂട്ടിങ്ങിന് അവിടെ ചെന്ന് നിന്ന് ഫസ്റ്റ് ഡേ ഷൂട്ടിന് നിൽക്കുമ്പോഴാണ് ആ 7 പേരിൽ ഒരാളായിരുന്നു ഞാനന്ന് അറിയുന്നത്. എൻ്റെ സത്യം പറഞ്ഞു ഭയങ്കര ആ ഒരു മൊമെൻ്റാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു മൊമെൻ്റ് അല്ലേ ജോയിസ് സാറിനെ പോലത്തെ ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്നുള്ളത്. കാരണം ഇതിൻ്റെ എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തന്ന എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒരു ചർച്ച അടക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഫിലിം കഴിഞ്ഞു. അപ്പോൾ വേറെ നമ്മൾ കുറച്ചൊരു ഗ്യാങ് ഉണ്ട്. നമുക്ക് കുറച്ച് ആ ടൈമിലൊക്കെ കുറച്ച് ഗ്യാങ് ഉണ്ട്. നമുക്ക് അപ്പോൾ ഒരു ഏരിയയിലേക്ക് സംസാരിക്കും, ഒരു സിനിമ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞു, റിലീസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഡിലേ ആയി. കൂട്ടുകാരന്മാരെ കൂടി ചർച്ച ചെയ്യും, ജോയിസ് സാറിൻ്റെ പുതിയ പടം വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ആരാണ്, ചാക്കോ ചെന്നി പൊടി ആസിഫ് അലി, ഇതൊക്കെ ഭയങ്കര ഇതാണല്ലോ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും. ഇവർ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അടുത്തിരുന്നിട്ട് എന്നെ അത് നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിൽ ഇതുണ്ട്. ഞാൻ അല്ലാതെ തരടാ അതൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് ഈ കോള് വരുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നുള്ളത് അറിയാലോ. ആ മൊമെൻ്റ് അവിടെ പോയി നിൽക്കുമ്പോൾ ആ 7 നായകന്മാരിൽ ഒരാളായിട്ട് എടുക്കുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവർ ഭയങ്കര ഒരു ലൈഫിൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ അത് എൻ്റെ നെക്സ്റ്റ് പടം തന്നെ ലാൽ സാറിനോടൊക്കെ, മോഹൻലാൽ സാർ
അതും ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ 3 പടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് ദുബായിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ മൈൻഡിൽ വേറൊരു ഇതും കൂടി ഉണ്ട്, ഫാമിലി നോക്കാന്നുള്ളൊരു ചിന്താഗതി കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ പോയി കുറച്ച് അവിടെ പെട്ടു. സത്യം പറഞ്ഞാൽ പെട്ടതല്ല, നമ്മളവിടെ വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ നിൽക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവിടെ നിന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു, നല്ല ഗ്യാപ്പ് വന്നു. ചെറിയ ഗ്യാപ്പല്ല, നല്ല ഗ്യാപ്പ് വന്നത്. കാരണം ലാൽ സാറിൻ്റെ കൂടെയും ജോയി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത് 2 എണ്ണം അടുപ്പിച്ച് ചെയ്യുമ്പോൾ എന്ത് വന്നാലും ഓൾ ഓവർ കേരള എക്സ്റ്റാബ്ലിഷ് ആവുമെന്ന് അറിയാലോ. അത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇല്ല അതൊക്കെ. അതാണ് പിന്നെ ഒരു ഗ്യാപ്പ്. പിന്നെ പതുക്കെ അതിൻ്റെ ഇടയിൽ 2014 ഒരു പടം ചെയ്യാൻ വന്നിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വന്നിങ്ങനെ ഓരോന്ന് ചെയ്തു പോകും. ഗ്യാപ്പിലേക്ക് നിന്ന് കുറേ ആൾ അവിടെ തന്നെയായിരുന്നു. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? മമ്മൂക്കായിട്ട് സൗഹൃദം എന്ന് പറയാനായിട്ട് നമ്മൾ അത്രയും, ഞാൻ പറഞ്ഞല്ലോ, ഓരോ സിനിമ കഴിയുന്തോറും ഓരോ ദിവസം കഴിയുന്തോറും ഭയങ്കര പാഷനായിട്ട് വരിക. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് കാണാനായിട്ട് എല്ലാ മനുഷ്യരെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു മുമ്പേയൊക്കെ വരുന്നു. ആരാധിക്കുന്നൊരു ആരാധനയല്ല, നമുക്കൊരു സ്റ്റാർഡം എന്നുള്ള രീതിയിലുള്ള ഒരു ആരാധന, അത്രേ ഉള്ളൂ. ആ ഒരു വ്യക്തിയെ നമുക്ക് മുമ്പിൽ കാണുന്നു. പിന്നെ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പുറത്ത് നമ്മൾ കേൾക്കുന്ന ഒരുപാടുണ്ട്. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ടഫ് ക്യാരക്ടറാണ്, ഭയങ്കര മറ്റേ മറിച്ചാന്നുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും ഒക്കെ വെറുതെ ഈ പുറത്ത് നമ്മൾ കാണാത്ത ഈ പറയുന്ന പറയില്ല പലരും, അതന്നെ ഇനി നടക്കുന്നത്. ഭയങ്കര അഹങ്കാരിയാണ്, മറ്റേതാണ് മറിച്ചാണ്, ഒരു ഇതുമില്ല. നമ്മൾ അജയ് വാസുദേവ് ഭയങ്കര കമ്പനിയുടെ ഡയറക്ടർ, അവിടെ ഒരു എടാപൂടാന്നല്ല ചേട്ടനെ വിളിക്കുന്നത്, അങ്ങനെ എടാപൂട ഒരു ഇതുപോലെ തന്നെയാണ് പുള്ളി നമ്മളുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യുന്നത്. നമ്മളെല്ലായിടത്തും പറയും മമ്മൂക്കയാണ്, അപ്പോൾ സൂക്ഷിക്കണം, വെറുതെ ഇടന്നിട്ട് അത് നമ്മളെല്ലാം ഇങ്ങനെ പേടിച്ച് നിൽക്കുക. എവിടെ ഇത് മമ്മൂക്ക വന്ന് ഫസ്റ്റ് ഷോട്ടിൽ ഇതൊക്കെ പൊട്ടിച്ചടങ്ങി. ആൾ നമ്മളെന്താണോ പ്രതീക്ഷിച്ചത് അതിന് നേരെ ഉള്ളു. നമ്മളെങ്ങനെയാണ് നിൽക്കുക ആ ഒരു മൈത്തിൽ പുള്ളി വന്നു നമ്മളെടുക്കുന്ന കോമഡി പറയാം, ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. കോണ്ടാക്ട് ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കുക അങ്ങനെ ഇല്ല അല്ലേ? ഞാൻ എപ്പോഴും മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് എന്ത് വന്നാലും നമുക്ക് സീനിയർ എന്നല്ല കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നില്ല, അല്ല വിളിക്കുന്നില്ല, മെസ്സേജ് ഇങ്ങനെ ഒക്കേഷണൽ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ വിഷസ് അങ്ങനെ ഇതൊക്കെ അയച്ച് എന്തെങ്കിലും ഒരു പരിപാടി നമ്മളുണ്ടെങ്കിൽ അതൊന്നും അയച്ചിട്ട് നമുക്കൊന്ന് ഫ്രീ ആണെങ്കിൽ കാണുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും ഒറ്റ പ്രാവശ്യം കണ്ടാലും നമ്മൾ പിന്നെ എവിടെന്നെങ്കിലും കണ്ടാലും പോയി സംസാരിച്ചു തന്നെ നമുക്ക് അറിയുമെന്ന് വെച്ചാൽ പിന്നെ അറിയാണ്ടിരിക്കോടാ അത് വ്യക്തി തന്നെ. 2 ആൺസുഹൃത്തുക്കളുടെ കഥ പറഞ്ഞൊരു സിനിമയായിരുന്നു മൈ ലൈഫ് പാർട്ട്ണർ. സുദേവ് നായരും അമീറും അഭിനയിച്ചതായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു? അത് ഇന്നത്തെ ഒരു സാഹചര്യം അല്ലല്ലോ അത് അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു പ്രേക്ഷകരും നമ്മുടെ സമൂഹം അംഗീകരിച്ചത്? അതിന്റെ പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് എന്തൊക്കെയായിരുന്നു? രണ്ടും ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതൊരു പ്ലസ് ആയിട്ട് തന്നെയാണ്. കാരണം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ചെയ്യുന്നതോറും എനിക്കതൊരു സിനിമ ഒരു ക്യാരക്ടറാണത്. ചില സിനിമ കാണുന്നത് അതെന്താണ് ആ ഒരു ക്യാരക്ടറാണ്. മുമ്പ് നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം വരെ കിട്ടിയെന്ന് തോന്നുന്നത് ഞാനത് ചെയ്യുമ്പോൾ കാരണം നമ്മളൊരു പടത്തിൽ വില്ലനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വില്ലൻ തന്നെയാണ് ജീവിതത്തിലും ഇതായിട്ട് തന്നെ കാണുള്ളൂ ആളെ. അപ്പോൾ ആ ഒരു സാധനം തന്നെയായിരുന്നു എന്തെങ്കിലും വന്നിരുന്നത് പറഞ്ഞു. കാരണം നമ്മളത് ചെയ്തു പോയി. അറിയാലോ മുമ്പൊക്കെ നിങ്ങൾ പടം കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ കിടന്ന് ദിവസം ഇങ്ങനത്തെ വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു വില്ലനാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അതന്നെ ഞാൻ പറഞ്ഞു, നേരിട്ട് പോയി കണ്ടു കഴിയുമ്പോൾ ഇതുപോലൊരു പാവമുള്ള മനുഷ്യരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഒരു അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോഴും ആൾക്കാർ ഇതത് തന്നെയാണ്. എനിക്ക് അതിൻ്റെ ഒരു ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പുറത്ത് പോകുമ്പോൾ പിന്നെ അങ്ങനത്തെ ഉള്ള ഒരു കുറച്ച് ആൾക്കാരുണ്ടാവില്ല, അതിൽ കുറച്ച് നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അവരത് ഭയങ്കരമായിട്ട് ഫീലായിട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്, അല്ലാത്ത തരത്തിലും പറഞ്ഞ് മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഇതുപോലെ തന്നെ കാണുന്നത് നമ്മൾ പടം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി വന്നിട്ട് അപ്പേട്ടെ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതാണ് സബ്ജക്റ്റ്, അങ്ങനൊരു കുഴപ്പമില്ല, ഞാൻ സിനിമയിൽ എനിക്ക് ജോലി എൻ്റെ അഭിനയിക്കുക എന്നുള്ളതാണ്, എനിക്ക് എന്ത് തന്നാലും ചെയ്യുക എന്നുള്ളതാണ്, അല്ലാണ്ട് എനിക്ക് ഇത് ചെയ്യുള്ളൂ എന്നുള്ളൊരു എനിക്കില്ല. എന്ത് തന്നാലും അതെനിക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാനത് നോക്കുമ്പോൾ ഓക്കെ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഇതാക്കി വന്നിട്ടില്ല. അപ്പോൾ ഇടങ്ങനെ കാണിച്ചിട്ടില്ല, പക്ക റിലേഷൻ എന്താണുള്ളത് കാണിച്ചിട്ടില്ല. അതിൻ്റെതായ നല്ല രീതിയിലുള്ള രണ്ടുപേരുടെ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതും ഒരാളിലും മാത്രം ഒതുങ്ങി പോകുന്നത് ഒരു ആണ് മാത്രമേ അവർക്ക് പറ്റൂ എന്നുള്ളത് സുധീൻ്റെ ക്യാരക്ടർ പക്ക ഒരു ടൈപ്പ് തന്നെയായിരുന്നു. എൻ്റെ എന്ന് പറയുന്നതും അതുപോലെ തന്നെയായിരുന്നു. ലൈഫിൽ ആരും ഇല്ല, പക്ഷെ അവർക്കൊരു കമ്പനി ഒരു കൂട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് അടുക്കുന്നു, അവർ രണ്ടുപേരും ഇതാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് കിട്ടിക്കഴിയുമ്പോഴാണ് ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അതെല്ലാം സ്വയം മനസ്സിലാവുന്നതും പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്ന്
ഫേസ് ചെയ്യണത്. അത് ഇപ്പോഴത്തെ ലൈഫിൽ നടക്കുന്നത്. അന്ന് ചെയ്യുമ്പോൾ അത് അയ്യതും ഇന്ന് വരുമ്പോൾ അത് വാവുള്ള ഒരു അവസ്ഥയായിരുന്നു ക്യാരക്ടർ ചെയ്യുന്നെങ്കിൽ. ഇന്നത്തെ കാലത്താണ് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ അത് ചെയ്തിരുന്നെങ്കിൽ വാവാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ ചെയ്യുന്നതെന്ന് വരുന്നു. മുമ്പ് ഈ ക്യാരക്ടറാണോ അത് ഞാൻ ഇതായിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്ലസും പ്ലസ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്ലസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാർ അത് അവരുടെ മനസ്സിൻ്റെ ചിന്താഗതി, അത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഇന്ന് കിട്ടിയാലും ഞാനത് ചെയ്യും. അപ്പുറത്ത് വന്നാൽ സിനിമ സംബന്ധിച്ച് ഏത് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നുള്ളത്. എനിക്ക് പെർഫോം ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടിയാലോ. അതെ, അങ്ങനെ ശക്തമായ ക്യാരക്ടറുകൾ കിട്ടാനാണല്ലോ ബുദ്ധിമുട്ട്. അതെ അതെ അതെ. അല്ല, ഒരു ആഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറേ ഒരുപാട് വലിച്ചു വാരി ചെയ്യണം, അല്ല എല്ലാത്തിലും കയറണമെന്നുള്ളത് മുമ്പുണ്ടായിരുന്നു. ഒരുപാട് നടന്നു, ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. ചാൻസ് ചോദിച്ചിട്ടില്ല. എല്ലായിടത്തും സിനിമാക്കാരും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിന്ന് പോകാനാണ് ബുദ്ധിമുട്ട്. ഫിലിം ഫീൽഡിൽ ഒരെണ്ണം കിട്ടുക എന്ന് പറയുന്നത് ഓക്കെയാണ്. ഈ ഒരെണ്ണം കിട്ടി കഴിയുമ്പോഴാണ് സ്ട്രഗ്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ റോൾസൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ഇതിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ചെറിയ ചെറിയൊരു റോളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഒരുപാട്. പിന്നെ ഞാൻ തന്നെ ഓർത്തു, എന്തിനാണ് നമ്മളിതൊരു ആഗ്രഹം കൊണ്ട് ചെയ്യണം. ആ പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിന് നല്ലത് മാത്രമേ ഞാൻ ചെയ്യണമില്ല. വേണ്ടേ ഇപ്പോൾ പഠിച്ച വേണ്ടി ശരിക്കും ജോലി എടുക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. നമുക്കൊരു പാഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ എന്ത് വന്നാലും എനിക്ക് നല്ലതല്ല ഞാൻ നോക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേണ്ട. എനിക്ക് ഒരാഗ്രഹം അത് ഞാൻ ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിപ്പോൾ പറയണത് ഒരു ഇതായിട്ട് മാറട്ടെ എന്നുള്ളത് തന്നെയാണ്. അതെ, അപ്പോൾ അതിൻ്റെതായ നടക്കുന്നുണ്ട്. ഇപ്പോഴും വർക്ക് കുറവാണെങ്കിലും അതിൻ്റെ ബാക്കിലായിട്ട് ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും സമയമെടുത്ത് ചെയ്യും എന്തോരും നല്ലൊരു സാധനം തന്നെ ആയിട്ട് ചെയ്യും എന്നുള്ളത് അതിലായിട്ട് പ്ലാനിങ്ങിൽ നിൽക്കുന്നു. ജോഷി സാറിൻ്റെ കൂടെ രണ്ട് സിനിമകളാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ജോഷി സാർ എല്ലാവരും പറയണമായിട്ട് ഞാനും ഇത് തന്നെയായിരുന്നു. ഞാൻ അവിടെ ഫസ്റ്റ് സാറിനെ കാണാൻ ചെല്ലും. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പടം എനിക്കൊരു വിളി വന്നു. എനിക്ക് പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറയുന്നത്, സ്ഥലമൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാ ഇങ്ങനെ ജോഷി സാറ് ഒന്ന് കാണാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൺട്രോളറെ വിളിക്കുന്നു. കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സമയത്ത് കറക്റ്റ് 5 മണിക്ക് ജോഷി സാറാണ്. അപ്പോഴും പേടിപ്പിക്കും തന്നെ. കറക്റ്റ് 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അവിടെ ഉണ്ടായിരിക്കണം. ലൊക്കേഷൻ വെച്ചു പനമ്പള്ളി നഗറിൽ. ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോവാം. ചെന്നു 5 മണിക്ക്. കാരണം ഒരു സമയം ഒരു സെക്കൻഡ് പോലും മാറാണ്ട് ഇരിക്കാനായിട്ട് ഞാൻ 4:30 മണിയായപ്പോൾ ചെന്നിട്ട് സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് പനമ്പള്ളി നിൽക്കുക. അവിടെ നടക്കുന്നു. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നടന്ന് കറക്റ്റ് 5 മണിയാകുമ്പോൾ കയറണം. അപ്പോൾ 4:55 ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. 5 മണി കറക്റ്റ് നേരെ ഉച്ചയ്ക്കായിരുന്നു വെല്ലടിക്കുന്നു. അപ്പോൾ വൈഫാണ് വന്നത്, സാറിൻ്റെ വൈഫാണ്. അപ്പോൾ നമ്മൾ അമീർ എന്നാണ് പേര്. സാറ് വരാൻ പറഞ്ഞിരുന്നു 5 മണിയാകുമ്പോഴത്തേക്ക് കാണാൻ. ശരി, സാറ് വന്നു. അപ്പം ഡോറും തുറന്ന് ഞാനിപ്പോൾ നിൽക്കാൻ സാറേ നമുക്ക് സാറാണ് മനസ്സിലായി എന്നിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യും, നാളെ ഇക്ബാൽക്കാനൊന്ന് പോയി കാണാൻ മതി. സ്ക്രിപ്റ്റ് ഇക്ബാൽ വിട്ട് പറഞ്ഞു. പുള്ളി ഒന്ന് പോയി കാണാൻ പറഞ്ഞു. നമ്മൾ ശരി സാറാണ് പറഞ്ഞു. സംസാരിച്ചില്ല, ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു. കയ്യും കാലത്ത് ഇങ്ങനെ വിറയ്ക്കുക, കൈയൊക്കെ പോയി ഇറച്ച്. എൻ്റെ സത്യമായിട്ട് മുട്ടുകാരെ വിറയ്ക്കുന്നവരില്ലേ, ആദ്യമായിട്ട് ഉണ്ടായിരുന്നൊരു സംഭവം. അത് കഴിഞ്ഞ് സാറ് സിമ്പിളായിട്ട് അത് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഇക്ബാൽക്കാനെ പോയി കണ്ടു. അങ്ങനെ പടത്തിൽ സെലക്ട്. അപ്പം ക്യാരക്ടറും ഇതൊന്നും അറിയാണ്ട് പിന്നെ ഒരു വെളി വന്നേ ഉള്ളൂ. പിന്നെ അവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് തന്നെയാണ് സാറിൻ്റെ ഇത് സംഭവം. ഇത് തന്നെയാണ് പുറത്ത് കാണിക്കാൻ അറിയില്ല സ്നേഹം. ആൾ ഭയങ്കര ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുക ഭയങ്കര നമുക്കറിയാം അത്രയും സ്നേഹമുള്ളൊരു വ്യക്തി. അതിന് ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ്, പുറത്ത് കാണിക്കാറില്ല. പിന്നെ ഞാനത് ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു സാറിനെ. എപ്പോൾ വിളിച്ചാലും സാറ് അതൊരു സാറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നും സാറ് ഒരു ലെജൻഡായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി അത് തന്നെ കേട്ടോ. കാരണം നമ്മൾ പോലുള്ള എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സാറെന്ന് വിളിച്ചിരുന്ന ആൾ ഞാൻ വിളിക്കുമ്പോൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് അതിൻ്റെ ആവശ്യമില്ല സാർ. പക്ഷെ സാറ് വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, തിരിച്ചു വിളിക്കുക. പറടാ ഏതോ പറയാൻ പറഞ്ഞില്ല സാറേ വെറുതെ വിളിച്ചു. പുതിയ പടമൊക്കെ നമ്മൾ ചോദിക്കും വിശേഷങ്ങളൊക്കെ ഏതാണ് പുതിയ പടം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ വിളിക്കാം, ഞാൻ വിളിക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല സാറിന്. ഒന്നുമില്ല പറഞ്ഞല്ലോ. പുള്ളിനെ വിളിച്ച് ഇപ്പോഴൊക്കെ പുള്ളിയൊക്കെ ഒരുപാട് പേര് കുറച്ച് സമാധാനം കിട്ടുന്ന ആ സമയത്തായിരിക്കും. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് സാറേ എന്തെങ്കിലും ചാൻസ് താട്ടോ, വെറുതെ ബുദ്ധിമുട്ടിക്കട്ടല്ലോ. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് തേറ്റ എന്നുള്ള സിനിമയാണല്ലോ. അതിലെ ശങ്കരൻ എന്ന കഥാപാത്രം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കരിയറിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അതാണോ എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ചെയ്യാമോ? തീർച്ചയായും, പിന്നെ ചെയ്യട്ടെ. അതായത് റനീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് മുമ്പ് പുള്ളി നമ്മളൊരു 5 എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. ആ ഫിലിമിലെ ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു. പടം റിലീസായില്ല. അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സൗഹൃദമാണ് റനീഷ്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പുള്ളി ഞാൻ ഇതേപോലെ കുവൈറ്റിൽ നിൽക്കുമ്പോൾ
നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനിമ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതിനിടയിൽ പുള്ളി ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ നമുക്കൊരു കാട്ടുപന്നീനെ ഒരു ബേസ് ചെയ്ത് നമുക്ക് ഷോർട്ട് ഫിലിം ഇങ്ങനെ പ്ലാൻ ആക്കാനുള്ളൊരു പരിപാടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 15 പക്ഷേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞു. അതിൽ നമുക്കൊരു കാടിൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു പേടി കിട്ടി വേട്ടക്കാരനായ അച്ഛൻ്റെ അവനിങ്ങനെ കയറാൻ പറ്റാതെ അച്ഛനെ ഇവിടെ മിസ്സായിട്ട് അച്ഛനെ തേടി പോകുന്നു, നിവർത്തിയതുകൊണ്ട് കാട്ടിലേക്ക് കയറി പോകുന്നുള്ളൊരു പേജ് നോക്കി. നമ്മളൊക്കെ നല്ല ത്രെഡാണ്, നമുക്കത് ചെയ്യാം. ആ ഷോർട്ട് ഫിലിമാണെന്ന് പറഞ്ഞപ്പോൾ ഷോർട്ട് ഫിലിമാണ് ചെയ്യുമോ ബ്രോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഷോർട്ട് ഫിലിമിന് പിന്നെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അഭിനയിക്കണം എനിക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല സാധനമാണ്, കാരണം പെർഫോം ചെയ്യാനുള്ളതുണ്ട്. അത് കഴിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായിരുന്നവൻ ആ മൃഗത്തിൻ്റെ സ്വഭാവമായി പോകുന്നൊരു ടൈപ്പ് ഇതാണ്. നമ്മൾ ശരിയെന്ന് പറയും. പിന്നെ നമ്മളവിടെ ഇരുന്ന് സംസാരിച്ച് ഡെവലപ്പ് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് നമുക്കതൊന്ന് ഫിലിമാക്കിയാലോ, കുറച്ചും കൂടി ഒന്ന് ലെങ്ത്ത് കൂട്ടിയാൽ കുറച്ച് ആർട്ടിസ്റ്റുകളാക്കിയിട്ട്. അപ്പോൾ അത് മെയിൻ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയി അത്രയും. ഞാനും പ്രതീക്ഷ ഇപ്പം നല്ല കോൺടാക്ട്, നല്ലൊരു സുഹൃത്ബന്ധമായി. അപ്പോൾ പിന്നെ നമുക്കൊരു ടീം വർക്കായിട്ട് ചെയ്താലോ ബ്രോ, അങ്ങനെ ബെറ്റർ ആയിരിക്കില്ല എന്ന് ചോദിച്ചു. നമ്മൾ എന്താ ബ്രോ നമുക്ക് അങ്ങനെ പ്ലാനാക്കി ചെയ്യാം, മറ്റേ ഡേറ്റ് പ്രശ്നമോ പേയ്മെൻറ്റ് ഇതൊന്നും നമുക്ക് അതവിടെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളൊരു ഇത് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. പിന്നെ അതിലിരുന്ന് നമ്മൾ ഒരു ടീം വർക്കായിരുന്നു. ഇപ്പം എന്തുണ്ടെങ്കിലും ഒരു ഡയറക്ടറിൻ്റെ ഒരു ഇപ്പോൾ നമ്മളൊരു സംഭവം പറയുകയാണ് അവൻ്റെ അടുത്ത്, നമുക്കൊരു ഈ സാധനം ഇങ്ങനെ ആക്കി ചെയ്താൽ എന്ന് പറയുമ്പോൾ ചില ഡയറക്ടേഴ്സ് എന്തിനാണ് എൻ്റെ വർക്ക് കയറി ഇങ്ങനെ എൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്തോളാം. ഒരുപാട് പേര് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒട്ടുമിക്ക പേര് ഈ ഒരു സാധനം മുമ്പ് ഉണ്ടായിരുന്നുള്ളത്, ഇത് അതൊരു പ്രശ്നമില്ല പുള്ളി ഓക്കെ ബ്രോ എന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് വന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറയുന്നത് വരെ നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു ടീം വർക്കായിരുന്നു. നമ്മൾ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുമ്പിനൊരു ക്രൂ ആയിരുന്നു അത്. നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റ്, നമുക്കൊരു പ്ലാൻ ചെയ്ത ഡേയ്സ്, പ്ലാൻ ചെയ്ത അതേപോലെ തന്നെ ക്രൂ ഒക്കെ ഡബിളായി. നമുക്കൊരു 3-4 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഫുൾ ക്രൂ ഒക്കെ ആയി. ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം പ്രതീക്ഷ പോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ടൈമിങ്, ഫിനാൻഷ്യലിൻ്റെ ഒരു പ്രശ്നങ്ങൾ അത്രയും ഡേയ്സ് കൊണ്ട് തീരില്ല എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഒരു 10 to 15 ഡേയ്സിൽ തീർക്കാം എന്നുള്ളൊരു പ്ലാനിട്ട സാധനം ഫസ്റ്റ് ഡേൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ക്രൂ കൂടും, ഇതൊക്കെ കൂടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സെറ്റ് ചെയ്യാനായിട്ട് സിനിമേൻ്റെ പ്രശ്നമല്ല അത്. ക്യാമറമാനിക്ക് അന്നും അവർക്ക് അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ളതിൽ അവർക്ക് അതിൻ്റേതായ സമയം അവർക്ക് കൊടുക്കണം. ഡയറക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമയമില്ല, പ്രൊഡ്യൂസറിന് ഇതുമില്ല. അപ്പോൾ ടീം വർക്കാണല്ലോ. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഡേ അതിൽ കുറഞ്ഞു. ഒരു 4-ാം ദിവസമായിരുന്നു പറഞ്ഞു ഇതായി. അന്നൊരു പാട്ട് പാടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഏതോ ഇന്റർവ്യൂല്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് 2 പേര് പാടാവോ? പടയോ അല്ല, പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. നമ്മൾ ടെൻഷൻഡ് ആയിട്ടിരിക്കുമ്പോൾ എന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് പാട്ടും അടയ്ക്കണം പോക്കാണല്ലോ. അപ്പം ഹെഡ്സെറ്റ് ബോക്സ് ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ശരി. അപ്പം എപ്പോഴും മറ്റേ ഹിന്ദിയും തമിഴും മല ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഉമ്മാക്ക് വേണ്ടി എല്ലാ ഉമ്മമാർക്കും വേണ്ടിയുള്ള ഒരു പാട്ട്. കൺമണി പോ എന്നുമ്മാ എൻ കാവൽ മാലാകവുമ്മാ, കൺമണി പോ എന്നുമ്മാ എൻ കാവൽ മാലാകവുമ്മാ, കൽബോരം ഞാൻ കാറ്റുമ്മായേ, മിഴിയറിയാതെ മനമറിയാതെ എൻ ചങ്കിൽ പൊന്നുമ്മ, ഉമ്മ 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 ഉമ്മ. ഭയങ്കര ഫീൽ നമുക്ക്. അമ്മക്കൾ പെമ്മക്കൾക്ക് വേണ്ടിട്ട് ഉമ്മമാരെന്ന് പറയുന്നത്, ഉമ്മമാരെന്നല്ല പാപ്പ അവരൊക്കെ ഭയങ്കര ഒരു ഫീലായിരിക്കും. അവർക്ക് വേണ്ടി പാടുമ്പോൾ എനിക്കെന്നല്ല എല്ലാവർക്കും ഞാൻ ഒരുപാടായി. അല്ല ഇമോഷൻ ഒന്നുമില്ല, ഉമ്മമാരെ എപ്പോഴും ഇഷ്ടം തന്നെയല്ലേ. നമ്മുടെ സ്പേസ് കിട്ടിയാൽ മാക്സിമം അവരെ നമ്മൾ കൈ പിടിച്ച് ഇവിടെ നിർത്താനല്ലേ നോക്കുള്ളൂ. ഞാൻ ഇവരെ ഇരിക്കുമ്പോഴൊക്കെ ഹിന്ദിപ്പാട്ട് തമിഴൊക്കെ പാടിയിട്ടുണ്ട്. നമുക്ക് ഒരു മാസം കൂടി ആയിരുന്നു നമുക്ക് ഉമ്മമാർക്ക് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതോ നന്നായിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുടെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നതിലും ഞങ്ങളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിലും ഒക്കെ ഒരുപാട് നന്ദി. തീർച്ചയായും ഒരുപാട് നന്ദി. വിളിച്ച ഞങ്ങൾക്ക് പരിപാടിക്ക് വിളിച്ചു. ഓക്കെ, താങ്ക് യു.